back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Hello guys, make time to see the world. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം എപ്പിസോഡ് നമ്മൾ പട്ടായയിലെ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കോലാൻ ഐലൻഡിലേക്കാണ് പോകുന്നത്. കോലാൻ ഐലൻഡിൽ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഷെഫീർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഷെഫീർക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഷെഫീഖാൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്തോ. അഞ്ചു ഉണ്ട്, പിന്നെ ഷെഫീഖാൻ്റെ വൈഫുണ്ട്, നമ്മൾ സുജോ ബ്രോ ഉണ്ട്, ഷെഫീഖാൻ്റെ മക്കളെല്ലാവരും ഉണ്ട്. ഇവിടെ വരുന്നായിരുന്നു ഏമി അല്ലേ? ഏമി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കോലാന് പോയിട്ട് നമ്മൾ തകർക്കുന്നതായിരിക്കും. പട്ടായൻ്റെ വലിയ ബോർഡ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. പഴയ പോലെയല്ല, ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു തുടങ്ങി. ഷെഫീഖാൻ്റെ സ്പെഷ്യൽ കേക്കെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ കോലാൻ ഐലൻഡിൽ പോയിട്ട് ആ കേക്ക് മുറിക്കുന്നതായിരിക്കും. നമ്മളെ ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് MRAO എന്നൊരു ബോട്ടാണ്. ഓക്കെ 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 അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത് കോലാൻ ഐലൻഡിലേക്ക്. നല്ല ഗംഭീരമായ കാഴ്ചകളായിരിക്കും ഈ ഒരു എപ്പിസോഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഷെഫീഖാൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക. നമ്മൾ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 30 കിലോമീറ്റർ ഉള്ളത്. 30 കിലോമീറ്റർ ആണെന്നുണ്ട്. ഈ ഒരു കോലാൻ ഐലൻഡ് എന്ന് പറയുന്നത് ഏകദേശം 30 കിലോമീറ്റർ കടലിൻ്റെ അകത്തായിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഓക്കെ, നമ്മൾ എല്ലാവരും ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. ബോട്ട് ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ടാവും. ഇതാണ് ബോട്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. സ്പെഷ്യൽ ബോട്ടാണിത്. ഡ്രൈവർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നല്ല വെയിലാണ്. ഏകദേശം ഒരു 30 മിനിറ്റിനുള്ളിൽ നമ്മൾ കോലാൻ ഐലൻഡിൽ എത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ കോലാൻ ഐലൻഡിൽ ബോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോലാൻ ഐലൻഡിലെ ഫെറി എന്ന് പറയുന്നത്. ഓരോരുത്തരായിട്ട് ബോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ സ്ഥലമല്ല അല്ലേ? നമ്മുടെ സ്ഥലത്തില്ലേ? ബോട്ടിൽ നിന്ന് ഇറങ്ങി ഷെഫീറൊക്കെ കേക്കുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. വികാസ് ഭായി ചോട്ടുതാ നല്ല ഇറങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോലാനിൽ എത്തിയിരിക്കുകയാണ്. ഇത് പുതിയ സംഭവം ഉണ്ടല്ലേ? ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ ഇങ്ങനെ സെറ്റാക്കിയില്ലേ? നമുക്ക് അങ്ങോട്ട് നടക്കാം. എല്ലാവരും അങ്ങോട്ട് നടക്കുന്നുണ്ട്. കോലാൻ 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 പിടിച്ചോ. എന്തുണ്ട്? എങ്ങനെയുണ്ട് ബോട്ട് റൈഡ്? എങ്ങനെയുണ്ട് പറയൂ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അടിപൊളി ബോട്ട് റൈഡല്ലേ? എടി പറയടി, ഒന്നും പറയാനല്ലേ വ്ളോഗിൽ പറ. എങ്ങനെയുണ്ട് ബോട്ട് റൈഡ്? ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ ഇതിന് മുന്നേ വന്നിരുന്നോ? ആദ്യമായിട്ടാ കോലാണ്ട് വരുന്നത്? ഓക്കെ. അൻവേ എങ്ങനെയുണ്ട്? ഇതെന്ത് സംഭവം? ഇത് സ്ട്രോബെറി പച്ച എന്നാ? പച്ച ലെമണാ? ഇതാരി ഇത്? എന്താ പിടിച്ചോ? ബർത്ത്ഡേ പോയി എൻ്റെ ഷെഫീഖാൻ്റെ ഐസ്ക്രീമോ? നമ്മൾ ഇവിടെ ഒരു കോഫി ഷോപ്പിൽ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് കോഫി കുടിക്കുകയാണ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ബീച്ചിലേക്കുള്ള കാഴ്ചകൾ കാണിക്കാം. എങ്ങനെയുണ്ട് ഐസ്ക്രീം? പറ, എങ്ങനെയുണ്ട് ഐസ്ക്രീം? നമ്മൾ ഷെഫീഖാൻ്റെ കേക്ക് മുറിച്ച് കഴിഞ്ഞു ഓൾറെഡി. ഞാൻ മറന്നു വീഡിയോ എടുക്കുക. ഹാപ്പി ബർത്ത്ഡേ ഷെഫീഖ്. ഒന്നുകൂടി പറഞ്ഞു. ഇതാ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. ഇതൊന്നുകൂടി മുറിച്ചോ ഇങ്ങോട്ട്. ഇതാ ഇന്നലെ ഷെഫീഖാൻ്റെ വയൽ. വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ട് നമ്മൾ ഒന്നും കൂടി കട്ട് ചെയ്യുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവർക്കും നിങ്ങളെ വഴി നിങ്ങളെ വഴി തന്നെ നിങ്ങളെ പോയി തന്നെ. ഹാപ്പി ബർത്ത്ഡേ പറയടാ. ഹാപ്പി ബർത്ത്ഡേ പറ.
ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് ചെറിയ ചെറിയതാ ചെറിയ അടിപൊളി ചെറിയ. നമ്മളിങ്ങനെ ഇവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ഈ കോലാനിൽ ഒരുപാട് ചെറിയ ചെറിയ ബീച്ചുകളുണ്ട്. അപ്പോൾ ആ ബീച്ചിലേക്കെല്ലാം ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും. കണ്ടോ, തവാൻ ബീച്ച്, താങ്ലാൻ ബീച്ച്, സാങ്വാൻ ബീച്ച്, തിയാൻ ബീച്ച്, ഒരുപാട് ബീച്ചുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു ബീച്ചിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് കുളിക്കാം, അവിടെ പോയിട്ട് റിലാക്സ് ആയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനത്തെ ഇപ്പോൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.อันนี้เที่ยวสุดท้าย6 โมงพี่ทางนี้แล้วก็อันนั้น5 โมงทางนู้นเลยพี่ทางนู้นมีเรือเหมือนกัน30 บาทเท่ากันพี่เรือใหญ่พี่มาสปีดโบ๊ทഇതെല്ലാം ബോട്ടിൻ്റെ ടൈമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കിങ്ങനെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് ബുക്ക് ചെയ്ത് തരും. അപ്പോൾ ഈ വണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് പല ബീച്ചുകളിലേക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും. അത് ആദ്യത്തെ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല ഗംഭീരമായ വ്യൂ പോയിന്റിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ആ ബീച്ചിൻ്റെ അതാ നമ്മുടെ കോലാൻ ബീച്ചാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. വാ അങ്ങോട്ട് വാ. നിങ്ങൾ താഴെ കണ്ടോ ഒരുപാട് ചെറിയ ഇറുമ്പിനെ പോലെ ആൾക്കാരെ കണ്ടോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ അടുത്ത കുഴപ്പം നമ്മുടെ പോവാ. അടുത്ത ലൊക്കേഷൻ ഒരു ബീച്ചിലേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പഴയ പോലെ ഒന്നുമല്ല, ഒരുപാട് ഇന്ത്യൻ ടൂറിസ്റ്റുകളും മറ്റൊരു ആൾക്കാരെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അടുത്ത ലൊക്കേഷനിൽ ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങേണ്ട പരിപാടിയാണ്. അപ്പോൾ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ ഒരുപാട് ഗെയിമിങ് ആക്ടിവിറ്റിയും മറ്റൊരു സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇവിടെ കാണാം. ഇത് നോക്കട്ടെ നോക്കിയിട്ട് നമ്മളിത് വെറുതെ ഇരുത്തിച്ചാണ്. ഇങ്ങനത്തെ ഒരു റൈഡ് ഇഷ്ടമാരുണ്ട്. നോക്കോ, ഗംഭീരം. ഇഷ്ടപ്പെട്ട എനിക്ക് എങ്ങനെയുണ്ട്? അടുത്ത് നടന്ന് ഊരി കളിക്കുന്നത് അൻവേ, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ ബനാന ബോട്ടിൽ പോവുകയാണ്. അൻവേ നമ്മൾ പോയിട്ട് വരുന്നത്. ഷബീർക്ക ബൈ ബൈ, നമ്മൾ പോവുകയാണ്. ഓക്കെ അല്ല, വീട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ ഷബീർക്ക. അപ്പോൾ നമുക്ക് കാണാം. അൻവേ പോവാ നമുക്ക് ഇപ്പോൾ വരൂ. അപ്പോൾ നമ്മൾ ബനാന ബോട്ട് കയറിയിരിക്കുകയാണ്. ഓക്കെ, ഇത് ബനാനയല്ല. ബനാന ഇത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബനാനയുണ്ട്, ഇങ്ങനത്തെ ജെറ്റ് സ്കൈ ഉണ്ട്. ടാറ്റോ പറഞ്ഞോ. ഇത് കുറേ ഉണ്ടല്ലേ. ഇത് ഭയങ്കര പോവാ. അങ്ങനത്തോളം പക്ഷെ അങ്ങനെ ഓരോ വെള്ളത്തിൽ നോക്കും. Looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life every day,